ഇന്നൊരു 4 മണി പലഹാരമായാലോ. 2-3 ഉരുളക്കിഴങ്ങ് ചെറുത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പൊരിയുണ്ട്, കുറച്ച് കപ്പലണ്ടി ഉണ്ട്, കുറച്ച് ആട്ട എടുത്തിട്ടുണ്ട്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കറിവേപ്പിലി പറിച്ച്. ഇതുകൊണ്ട് നമുക്കൊരു നല്ല ടേസ്റ്റുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങിലിട്ടു, പൊരി കപ്പലണ്ടി കൂടിയിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ച എണ്ണയിലിട്ടു കേട്ടോ. കുഴക്കണം ഞാൻ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതിലിടാം, കറിവേപ്പില എല്ലാം ഇടാം, മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി ഇട്ടാ, ഗരം മസാല, ഉപ്പ്. ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ ചേർക്കണം കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പൊടി ചേർക്കാം, ഞാൻ ചേർക്കണത് ഗോതമ്പ് പൊടി. എണ്ണ കിടന്ന് ചൂടാവട്ടെ, ചൂടായിട്ട് ഇടാൻ പാടില്ല. എണ്ണ ചൂടായി ഇതാ വെക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ, ഓഫീസിൽ നിന്ന് വരുമ്പോൾ, എല്ലാവർക്കും അല്ലെങ്കിൽ വല്ല ഗസ്റ്റും വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കും. വളരെ ടേസ്റ്റാണ്. ഇതിൽ നമുക്ക് പല സാധനങ്ങളും ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, അതുപോലെ പല സാധനങ്ങളും ആഡ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കുറഞ്ഞു. 4 മണി പലഹാരം കാലായി നോക്കും. ഉരുളക്കിഴങ്ങും പൊരിയും കപ്പലണ്ടിയും ഗോതമ്പ് പൊടിയും ഒക്കെ ചേർന്നതാണ്. വളരെ കുറച്ച് എണ്ണ ചിലവുള്ള വളരെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.